ഈ കട മുഴുവൻ സഞ്ജു ഫാൻസ് ആണോ? പിന്നെ എല്ലാവരും സഞ്ജു ഫാൻസായി. 2020 വേൾഡ് കപ്പിൽ സഞ്ജു ഓരോ റൺസും നേടുമ്പോൾ സ്വന്തം കടയിലെ ജീവനക്കാർക്ക് സമ്മാനം വാരി വിതറിയ കടയുടമ. അപ്പോൾ സഞ്ജു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ വന്ന് കളിക്കുമ്പം എന്നാ പറയുന്നത്, ഞാൻ കളിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ കളി കാണുക മാത്രമല്ല, ഞാനും പാടൊക്കെ ചെയ്ത് ഗ്ലൗ ഒക്കെ ഇട്ട് ബാറ്റൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഓരോ ബോളും ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളും ആ ഷോട്ട് ഒന്ന് എടുത്ത് നോക്കും. ആദ്യം 500 തന്നു, അത് കഴിഞ്ഞ് 1000 തന്നു, അത് കഴിഞ്ഞ് 2000 തന്നു. അന്ന് ലോട്ടറി അടിച്ചൊരു ദിവസമായിരുന്നു. ക്രിക്കറ്റ് എന്താന്ന് പോലും അറിയത്തില്ലാത്ത ഞങ്ങളാ. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾ കുത്തിയിരുന്ന് കണ്ടു. ഇപ്പോൾ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ സ്റ്റാഫുകൾക്ക് ഇച്ചിരി നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാകണം. പിന്നെ ഞങ്ങളുടെ മുതലാളി പൊളിയാണ്. ഞങ്ങൾക്ക് വേണ്ടി സഞ്ജു ചേട്ടൻ കടയിലൊന്ന് വരണം. ഞങ്ങൾക്ക് നിതിൻ ചേട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത്. ഇതിനെ എല്ലാവരും പറയുന്നത് ചേട്ടൻ സൂപ്പർ ആണെന്നാണ് പറഞ്ഞത്. ഈ ചേട്ടൻ സൂപ്പർ ആണോ? ചേട്ടൻ സൂപ്പറാ, നമ്മുടെ ചേട്ടൻ സൂപ്പറാ. നമസ്കാരം. ആരാധന എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. സഞ്ജു സാംസന്റെ കടുത്ത ആരാധകൻ. 2020 വേൾഡ് കപ്പിൽ സഞ്ജു ഓരോ റൺസും നേടുമ്പോൾ സ്വന്തം കടയിലെ ജീവനക്കാർക്ക് സമ്മാനം വാരി വിതറിയ കടയുടമ. കോട്ടയം പാമ്പാടിയിലെ ഫിയ ഗാർമെന്റ്സിന്റെ ഉടമയായ നിതിൻ ബാബു ആണ് ആ കട്ട ആരാധകൻ. ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു 89 റൺസ് അടിച്ചപ്പോൾ 500 രൂപ സമ്മാനമായി നൽകിയെങ്കിൽ ഫൈനലിൽ ഇന്ത്യ എത്തിയപ്പോൾ കഥയാകെ മാറുകയാണ്. ഇപ്പോൾ നിതിൻ ബാബു നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സമ്മാനങ്ങളൊക്കെ കൊടുത്തത്? നമ്മൾ ക്വാർട്ടറിൽ 500 രൂപയായിരുന്നു, പിന്നെ സെമിയിൽ വന്നപ്പം 1000, ഫൈനലിൽ വന്നപ്പോൾ 2000, മൊത്തം 3500 രൂപ കൊടുത്തു. എത്ര സ്റ്റാഫുകൾക്കാണ് കൊടുത്തത്? നമ്മൾ ആദ്യം നമുക്ക് 6 കടയുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട്. ആദ്യം 62 പേർക്കായിരുന്നു, പിന്നെ ഫൈനലിൽ വന്നപ്പോൾ അത് 82 പേർക്കാക്കി. എല്ലാ കടയിലാക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ സഞ്ജു വന്ന് ക്വാർട്ടറിൽ കളിക്കുമ്പം നമ്മൾ ഭയങ്കര പ്രഷറിലാണ് കളി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കളി കാണുക മാത്രമല്ല, ഞാനും പാടൊക്കെ ചെയ്ത് ഗ്ലൗ ഒക്കെ ഇട്ട് ബാറ്റൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഓരോ ബോളും ഫേസ് ചെയ്ത് കഴിയുമ്പം നമ്മളും ആ ഷോട്ട് ഒന്ന് എടുത്ത് നോക്കും. അപ്പോൾ ആദ്യമേ മാച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അറ്റാക്കിംഗ് മൂഡായിരുന്നു. ആദ്യത്തെ 3 ഓവറിൽ തന്നെ 3 സിക്സ് അടിച്ചു. ഇത് കഴിഞ്ഞ് അഭിഷേകും കിഷനും ഔട്ടാകുന്നു. അഭിഷേകും കിഷനും പോയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കുന്നു. പിന്നെ ഒരു 6 അടിക്കുന്നത്, ആ മാച്ചിൽ 4 സിക്സ് മൊത്തം അടിച്ചത്. പിന്നെ ഒരു 6 അടിക്കുന്നത് ലാസ്റ്റ് ഓവറിലാണ്. കാരണം കളി ഫുള്ള് നമ്മുടെ കൈ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും ക്ലാസ് ആയിട്ട് നിന്ന് കളിച്ചാൽ നമ്മൾ വിരാട് കോഹ്ലിയൊക്കെ ക്രീസിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, കളി നമ്മുടെ കൈ വരുമെന്ന്. ആ ഒരു ക്ലാസ് പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3:30 കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ. ഫൈനലിലൊക്കെ അന്ന് നേരത്തെ ഇറങ്ങി, പക്ഷേ അന്ന് ക്വാർട്ടറിലെ കളി കഴിഞ്ഞപ്പം, കാരണം സഞ്ജു ഇത്ര ഒരു ക്ലാസ് കളി കളിക്കുന്നു. അപ്പോൾ കമൻട്രി പറയുന്നവരൊക്കെ ഇരുന്ന് സഞ്ജുവിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന കേട്ട് അതിങ്ങനെ പിന്നെയും കേട്ടു. ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓൺലൈനിലൊക്കെ വന്ന് കുറേ ഇങ്ങനെ ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. ആ സന്തോഷത്തിന് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾക്ക് ഞാൻ ഇങ്ങനൊരിത് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ കളിക്കുകയാണെങ്കിൽ സെമിയിലും അടിക്കും ഫൈനലും അടിക്കും എന്നറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സെമിയിലും മാൻ ഓഫ് ദ മാച്ച് ആയി, ഫൈനലും മാൻ ഓഫ് ദ മാച്ച് ആയാലെന്നാണ് പറഞ്ഞത്. സെമിയും കൂടെ മാൻ ഓഫ് ദ മാച്ച് ആയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് അതിക്കുള്ളൊന്നും വേണ്ട, കാരണം ടീമിൽ ഓൾറെഡി സെറ്റായി. അപ്പം ഞാൻ പറഞ്ഞു ഫൈനലിൽ ഇനി മാൻ ഓഫ് ദ മാച്ച് ആയില്ലെങ്കിലും നമ്മൾ ഈ സമ്മാനം തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു വിമാനയാത്ര. കാരണം നമ്മളിങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം കൂടെയുള്ളവരിങ്ങനെ പറയും നിജാൻ എപ്പോഴും പ്ലെയിനിലൊക്കെ കയറും, ഞങ്ങൾക്ക് ജീവിതത്തിൽ കയറാൻ പറ്റുമോ, അങ്ങനെ നമ്മളൊരു പ്ലാൻ ഇട്ടായിരുന്നു. നമ്മൾ നേരത്തെ വിട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വർഷം ഇനി സ്കൂൾ സീസണുണ്ട്. ഞങ്ങൾ സ്കൂൾ ഐറ്റംസ് എല്ലാം ഉള്ള കടയാണ്, ബാഗും അങ്ങനെ ഷൂവും ചെരുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാവുന്നവർ ഇരുന്നത്. അപ്പം ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂൾ സീസൺ കഴിഞ്ഞും വിടുന്നുണ്ട്. സ്കൂൾ സീസണിന് മുമ്പ് ഈ സഞ്ജു സാംസൺ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചത് കൊണ്ട് 8 പേരെ ഗോവയ്ക്ക് വിടുവാണ്. ഫ്ലൈറ്റൊക്കെ എത്തി. ഇപ്പം വൈഫാണ് കൂടെ ഉള്ളത്. പേരെന്താണ്? എൻ്റെ പേര് നിതിൻ. ബ്ലസ്സി. എങ്ങനെ സപ്പോർട്ടാണോ? അതെ, കട്ട സപ്പോർട്ടാ. അതും സഞ്ജു സാംസൺ നമ്മുടെ നാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനോട് വലിയൊരു താല്പര്യമുള്ള ഒരാളല്ല. എന്നാലും സഞ്ജു ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെപ്പോഴും സഞ്ജു അടിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ഒരാളാണ്. എപ്പോഴും ഭയങ്കരമായിട്ട് വിഷം ഡൗൺ ആവും. അപ്പം ഫാമിലിയിലും നമ്മുടെ ഒരു സന്തോഷം ഈ സഞ്ജു ചേട്ടൻ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ്. അപ്പം ഓരോ കളി കഴിയുമ്പോഴും ഞാൻ പ്രത്യേകിച്ച് വാച്ച് ചെയ്യുന്നത് സഞ്ജു ചേട്ടൻ അടിച്ചോ, എത്ര റണ്ണായി, അത് മാത്രം. ഇനി ഫൈനലിൽ എങ്ങനെയാണ് നമുക്ക് എൻട്രി കിട്ടുമോ, ഇത് മാത്രം എനിക്കറിയണമായിരുന്നു. വേറെ ആരെക്കുറിച്ച് ഞാൻ അങ്ങനെ ബോധറല്ല. പക്ഷെ അത് ഭയങ്കര സഞ്ജിനെ എല്ലാവരും പറയുന്നത് ചേട്ടൻ സൂപ്പർ ആണെന്നാണ് പറഞ്ഞത്. ഈ ചേട്ടൻ സൂപ്പറാണോ? അതെ, ചേട്ടൻ സൂപ്പറാ, നമ്മുടെ ചേട്ടൻ സൂപ്പറാ അല്ലേ? സഞ്ജു സൂപ്പറാണ്. നമുക്ക് എത്ര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ വേൾഡ് കപ്പ് ടീമിലേക്ക് വരുന്നു, നല്ല പെർഫോമൻസ് ചെയ്യുന്നു, പിന്നീട് ഗില്ല് വരുന്നു, ടീമിൽ നിന്ന് മാറുന്നു, പിന്നെ ടീമിൽ വരുന്നു, ന്യൂസിലൻഡ് 5 മാച്ച് കളിക്കാൻ പറ്റാതെ വരുന്നു. ആ പ്രഷറായിട്ട് അപ്പം ഞാൻ എൻ്റെ കടയിലെ കുറച്ച് കട്ട ആരാധകരുണ്ട്. അപ്പോൾ അവരൊന്നും കളി കാണത്തില്ല. ഒരു 30 റൺസ് കഴിഞ്ഞാൽ അവരൊക്കെ പിന്നെ കളി കാണുള്ളൂ. ഞാൻ ഫസ്റ്റ് ബോൾ ഇട്ട് കാണും.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്കൊരു ഒരു ചാൻസ് കിട്ടിയാൽ മാൻ ഓഫ് ദ സീരീസ് ആകും. അപ്പം അവരോട് പറഞ്ഞു ഞങ്ങളെ ചുമ്മാ സമാധാനിപ്പിക്കാൻ വേണ്ടി നിഞ്ചേട്ടൻ പറയുന്ന അങ്ങനെയൊക്കെ ആകുമോ? ഞാൻ പറഞ്ഞു ഇല്ല ആകും. കാരണം പക്ഷെ അതാണ് നമുക്ക് ആ ക്വാർട്ടറിലെ കളിയാണ് ഭയങ്കര സന്തോഷം. ടീം സെറ്റായി. ഇനിയിപ്പം വൺ ഡേയിൽ ലാസ്റ്റ് കളിച്ച മാച്ച് സെഞ്ചുറി അടിച്ചാണ് നിൽക്കുന്നത്. വൺ ഡേയിൽ ടീമിലും വരണം എന്നാണ് ആഗ്രഹം, ടെസ്റ്റിലും വരണം. അതിനുള്ള ക്ലാസ് ഉണ്ട്. ഏതായാലും ഈ സഞ്ജുവിനോട് ഇത്രയധികം ആരാധന തോന്നാനുള്ള കാരണം എന്താണ്? ശരിക്കും നമുക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഈ കിറ്റ് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് സെലക്ഷന് പോകാൻ പറ്റാഞ്ഞാണ്. എനിക്കപ്പം അന്ന് ഞങ്ങളുടെ PT സാർ എനിക്ക് സ്കൂളിലെ കിറ്റ് ഒരു ദിവസം തന്നു വിട്ടായിരുന്നു. ആ കിറ്റുമായിട്ട് ഞാൻ ചെല്ലുമ്പം അന്ന് മഴയായതുകൊണ്ട് കോട്ടയത്താണ് ചെയ്യുന്നത്. അന്ന് സെലക്ഷൻ അവിടെ നമുക്ക് നടന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ആ കിറ്റ് തിരിച്ചേൽപ്പിക്കണമായിരുന്നു. എന്നോട് ഒരു ദിവസമൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിറ്റ് എടുക്കാൻ പറ്റുള്ളൂ, സ്കൂളിൻ്റെ കിറ്റായിട്ട് തിരിച്ചു വെക്കണം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ സെലക്ഷന് വൈറ്റ്സും ഒക്കെ വേണം, പറ്റാതെ പോയതാണ്. പിന്നെ ഞാൻ ബാംഗ്ലൂരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ടൂർണമെൻറ്റൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. അന്നൊക്കെ ഈ ഉത്തപ്പയൊക്കെ കോച്ച് ചെയ്ത് കോച്ചിങ് അക്കാഡമിയുടെ ഒക്കെ അവിടെ പോയി നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കും. അപ്പം പക്ഷേങ്കിൽ നമ്മളന്ന് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്താൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു 8,000 നമുക്കൊന്ന് സാലറി കിട്ടുന്നത്. അന്ന് കോച്ചിങ്ങിന് അവിടെ പോകണമെങ്കിൽ മന്ത്ലി 8,000 കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അവരൊക്കെ കളിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ പോരും. അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സിലായിരുന്നു. അപ്പോൾ സഞ്ജു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ വന്ന് കളിക്കുമ്പം എന്നാ പറയുന്നത്, ഞാൻ കളിക്കുന്നൊരു ഫീലാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് ജീവിത അനുഭവങ്ങൾ. അതെ, അതുകൊണ്ടാണ് നമ്മൾ ബാറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല ഈ ഒത്തിരി പേരെ കൂട്ടിയൊന്നും നമ്മൾ കാണത്തില്ല. അതുപോലെ നമ്മൾ ഫോൺ സൈലൻ്റ് ആയിരിക്കും. ആ സമയത്ത് ഒത്തിരി സംസാരിക്കത്തില്ല. നമ്മൾ ഭയങ്കര ഓരോ ബോളുകളും വാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പം ആള് വേൾഡ് കപ്പിന് പോകുമ്പോഴുള്ള പുള്ളിയുടെ ഒരു മാനസിക സംഘർഷം എന്നാ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു അതിനു മുമ്പ് കീപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഗ്ലൗ മാറുന്നു. അപ്പോൾ ആ ഗ്ലൗ ഇല്ലാതെ ഫീൽഡിൽ നിൽക്കുന്നു, മെയിൻ കീപ്പർ നിൽക്കുന്നു. അപ്പോൾ ഒക്കെ പുള്ളി കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്വാർട്ടറിലൊക്കെ വീണ്ടും ഡൈ ആണ്, കളിച്ചില്ലെങ്കിൽ പോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബാറ്റും പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ബാറ്റ് പൊങ്ങത്തില്ല, നമ്മുടെ കൈ തന്നെ തളർന്നു പോകുന്നൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ സഞ്ജു ക്രീസിൽ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്, അത്രയും. പക്ഷെ ആ ഒരു അത്രയും മൈൻഡ് പവറോടെ പുള്ളി ഒറ്റയ്ക്ക് തന്നെ കയറി വന്നതാണ്. കാരണം നമുക്കറിയാമല്ലോ അത്ര വലിയ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഗംഭീറും സൂര്യയും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു 5 മാച്ച് കണ്ടിന്യൂസ് ഔട്ടായിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം, ഒന്നും പറയാനില്ല. ഏതായാലും സഞ്ജു വിളിക്കുമെന്ന് ആഗ്രഹമുണ്ടോ? അറിയില്ല, അങ്ങനെയൊന്നും അറിയില്ല. അറിയണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ഉണ്ട്. ഇപ്പം എന്നാ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ആള് ഭയങ്കര ഇതല്ലേ, പുള്ളിയെ സ്നേഹിക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനായിരിക്കും പുള്ളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ പുള്ളി വീട്ടുകാരൊക്കെ ആയിട്ട്, കാരണം ഫുള്ള് മീഡിയയും തിരക്കൊക്കെ അല്ലേ. ഏതായാലും ചേട്ടൻ്റെ സന്തോഷം അത് മറ്റുള്ളവരുമായി പങ്കിടുന്നു. അതായത് സ്റ്റാഫുകളൊക്കെ ആയിട്ട് അവർക്ക് കേക്കൊക്കെ മുറിക്കുന്നു അല്ലേ, അങ്ങനെയല്ലായിരുന്നോ? എന്നിട്ട് ഇത് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നമ്മൾ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അവരെന്ത് പറഞ്ഞു? അവരൊക്കെ ഭയങ്കര സന്തോഷം. ക്രിക്കറ്റ് കാണാത്തവരൊക്കെ ഫുള്ള് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ കടയുടെ ഒരു ഗ്രൂപ്പുണ്ട് ഫിയ ഫാമിലി, അതിനകത്ത് ഇടുന്നു എന്തായി. അപ്പം ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി. എന്നുവെച്ചാൽ നമ്മുടെ കടയിലെ സ്റ്റാഫുകൾ എല്ലാവരും സഞ്ജു ഫാൻസായി. എന്നുവെച്ചാൽ ക്രിക്കറ്റ് ഇതേവരെ കണ്ടിട്ടില്ലാത്തവർ വരെ മാച്ച് കാണുന്നു. ഭയങ്കര സന്തോഷം. ഇപ്പം എല്ലാ മലയാളികളുടെയും സപ്പോർട്ട് സഞ്ജു സാംസണ് വേണം. ശരിക്കും അദ്ദേഹം ഇപ്പം നല്ല ഹൈറ്റ്സ് നിൽക്കുകയാണ്. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾക്കറിയാം എത്ര ടാലൻ്റ് ഉള്ള ആളാണേലും ചിലപ്പോൾ നമുക്ക് ഫോമിലാവാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം ഫോമിലല്ലാത്തപ്പോഴും നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല ഇപ്പം ലോകം വരെ സഞ്ജുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്, സഞ്ജുവിൻ്റെ ആരാധകരുണ്ട്. അപ്പോൾ സഞ്ജുവിന് ആ എളിമ നമുക്ക് എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം അത്രയും പ്രഷർ നിൽക്കുന്ന സമയത്തും ഇപ്പോൾ ആൾക്കാരോട് സംസാരിക്കുക, നമുക്കറിയാമല്ലോ പുള്ളി എന്ത് പ്രഷറിലൂടെ ആയിരിക്കും പോകുന്നത്. ആ ഒരു പ്രഷറിലും പുള്ളി ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ടൈം കണ്ടെത്തുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചില്ലേ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്നൊക്കെ. ശരിക്കും ഇനിയിപ്പോൾ IPL തുടങ്ങുകയാണ്. അദ്ദേഹം ശരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ഫ്രീ ടൈം ആയിരിക്കും, റിലാക്സ് ആയിരിക്കും. അദ്ദേഹത്തിന് ആൾക്കാരോടൊക്കെ സംസാരിച്ച് മടുത്തിരിക്കുകയായിരിക്കും. കാണാൻ നമുക്ക് അധികം ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ IPL മുമ്പ് പുള്ളി വീണ്ടും സെറ്റായിട്ട് IPL ടോപ്പ് സ്കോറർ ആകണം, അതാണ് ആഗ്രഹം. സന്തോഷം. അന്ന് ലോട്ടറി അടിച്ചൊരു ദിവസമായിരുന്നു ശരിക്കും. ക്രിക്കറ്റ് എന്താന്ന് പോലും അറിയത്തില്ലാത്ത ഞങ്ങളാ. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾ കുത്തിയിരുന്ന് കണ്ടു. പിന്നെ കളി പഠിച്ചു. അപ്പോൾ സാറിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരാധനയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമുക്കറിയില്ല ഇത്രത്തോളം നമുക്ക് അല്ലേ ആവേശം നിതിൻ ചേട്ടൻ ഇത്ര ആവേശമുണ്ടെന്ന്, ക്രിക്കറ്റ് കളിക്കും എന്ന് നമുക്കറിയാം. പക്ഷെ ഇത്ര ആവേശത്തോടെ ഇങ്ങനെയുള്ളൊരു ഇതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അന്ന് സഞ്ജുവിന്റെ കളി ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്കെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. നിതിൻ ചേട്ടനും സാധാരണ നിങ്ങൾക്ക് ഈ ഓണത്തിനൊക്കെയാണ് ബോണസ് കിട്ടാറുള്ളത് അല്ലേ? അതെ അതെ അതെ. ഇതിപ്പം ഓവർ ബോണസ് ആണ്. അതെ, ഒത്തിരി സന്തോഷമായി. ആർക്കാ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടോ? ഞങ്ങളൊക്കെ ഒരു പ്രാവശ്യം കയറിയതായിരുന്നു. പോയതാ, നിഞ്ഞേട്ടൻ വിട്ടായിരുന്നു. സന്തോഷമാണ്. സന്തോഷമായിട്ട്. സഞ്ജുവിനോ എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇവിടെ വരണോ? സഞ്ജു വരണം. തിരക്കാണ് സഞ്ജു.
സഞ്ജു വരുന്നേ നിഞ്ചേട്ടൻ അത്ര വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് വേണ്ടി സഞ്ജു ചേട്ടൻ കടയിലൊന്ന് വരണം. ഞങ്ങൾക്ക് നിതിൻ ചേട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും അത് ഞങ്ങളുടെ ആഗ്രഹമാണത്. ഈ കട മുഴുവൻ സഞ്ജു ഫാൻസ് ആണോ? പിന്നെ എല്ലാവരും സഞ്ജു ഫാൻസായി. നിതിൻ ചേട്ടൻ്റെ ഒറ്റ ഒരു ഇത് ആണ് ഫാൻസ് ഇത്ര ആയത്. കാരണം കളിയൊന്നും ആരും കാണത്തൊന്നുമില്ല. ഞാനും നിതിൻ ചേട്ടനും ഇവിടെ ഉള്ളപ്പോൾ നിതിൻ ചേട്ടൻ എന്നെ ഫോണെ കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ അങ്ങനത്തെ കളി കാണും. നിതിൻ ചേട്ടനാണ് പെട്ടെന്നാണ് ഇത് ഇങ്ങനൊരു ഇതിലോട്ട് നിതിൻ ചേട്ടൻ വന്നത്. പിന്നെ നേരത്തെ തൊട്ട് ഞാനും നിതിൻ ചേട്ടൻ ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിയുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിനകത്തൊക്കെയാണെങ്കിലും ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, 4-5 പേരൊക്കെ ഉള്ളൂ ഈ സഞ്ജു ഫാൻസ് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരും എതിരാണ്. ഞങ്ങൾ ട്രോളും എല്ലാം ആണ്. സഞ്ജു ഔട്ടാകുമ്പോഴെല്ലാം ഞങ്ങളെല്ലാം ട്രോളുന്നത് ആ ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ തന്നെ 50 പേരുടെ അടുത്ത് സ്റ്റാഫുണ്ട്. ഞങ്ങൾ മൊത്തം ഷോപ്പിലായിട്ട് 10-52 പേരുണ്ട്. എല്ലാവരും സഞ്ജു ഫാൻസായി. അത് നീഞ്ചാൻ ഒറ്റ ഒരു ഇതില്ല. അതുപോലെ സഞ്ജുവിന്റെ കഥയും മാറി, സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ലോകം അറിയുന്നില്ലേ, സഞ്ജു വേൾഡ് കപ്പ് കളിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ 11 മില്യൺ ഉള്ളായിരുന്നു സഞ്ജുവിന് ഫാൻസ് ആയിട്ടുണ്ടായിരുന്നു. 18 മില്യണോളായി ഫാൻസായി. ഇപ്പോൾ കേരളത്തിൽ രണ്ടാമത് ആണ് ദുൽഖറിനെയൊക്കെ മാറി സഞ്ജു ആയി രണ്ടാമത്. ഞങ്ങൾക്ക് ക്രിക്കറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ സാറിന് ക്രിക്കറ്റിനുള്ളൊരു ആരാധന മൂലം പിന്നെ സഞ്ജു സാംസണിനെ കുറിച്ചൊക്കെ സാറിന് ഭയങ്കര ഫാനാണ്. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്കും കൂടുതൽ ഒരു ക്രിക്കറ്റിലേക്ക് കൂടുതൽ അറിയാൻ പറ്റി. പിന്നെ സാറ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. പിന്നെ ഞങ്ങളുടെ മുതലാളി പൊളിയാണ്. ഏതായാലും സമ്മാനങ്ങളൊക്കെ കിട്ടിയില്ലേ? സമ്മാനങ്ങളൊക്കെ ഏറെ കിട്ടി. ആദ്യം 500 തന്നു, അത് കഴിഞ്ഞ് 1000 തന്നു, അത് കഴിഞ്ഞ് 2000 തന്നു. ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ സാറ് പൊളിയാണ്. അദ്ദേഹം നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ്. ഇവിടെ കടയിലെ ജോലിക്കാർക്കെല്ലാം സ്വന്തം ചേട്ടനെ പോലെയാണ്. അതായത് നമുക്കിപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു തരാൻ ഒരു നല്ല മനസ്സുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ മലയാളികൾക്കും ക്രിക്കറ്റ് പ്ലെയർ ആകണം തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ സഞ്ജു കളിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം IPL ഓപ്ഷനൊക്കെ വരുമ്പം വിഷ്ണു വിനോദ്, രോഹൻ കുന്നുമേൽ, സച്ചിൻ ബേബി, മുഹമ്മദ് അസറുദ്ദീൻ ഇവരെയൊക്കെ ഏതെങ്കിലും ടീം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ നമ്മൾ ഓപ്ഷനൊക്കെ കാണാറുണ്ട്. കാരണം നമ്മുടെ അടുത്ത് നിന്ന് കേരളത്തിൽ നിന്ന് അടുത്ത ഒരാളും കൂടെ വന്നു. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ആരോൺ ജോർജ് Under-19 വേൾഡ് കപ്പ് കളിച്ചു. അപ്പോഴും ഭയങ്കര സന്തോഷമാണ്. പുള്ളി ഇന്ത്യൻ ടീം വരണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ അന്ന് അങ്ങനെ വീട്ടിൽ സപ്പോർട്ട് ഇല്ലായിരുന്നോ, അതോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? ഇന്നത്തെ പോലെയല്ലോ, പണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ക്രിക്കറ്റിനെ വലിയ സപ്പോർട്ട് ആ സമയത്തില്ലായിരുന്നു. കാരണം ക്രിക്കറ്റിന് വേണ്ടി കിറ്റ് വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പം വീട്ടിലുള്ളവർക്കൊന്നും അന്ന് കിറ്റിനൊക്കെ നല്ല പൈസയാകുന്ന സമയമാണല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ വ്യാപാര രംഗത്തേക്ക് ഇറങ്ങിയത്? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്ത് ബിസിനസ്സാണ്? തുണിയുടെ ബിസിനസ്സായിരുന്നു. ഒരു 13 കൊല്ലം മുമ്പ് തുടങ്ങിയാണ്. ഒരു 1.5 ലക്ഷം രൂപ ക്യാപിറ്റലിൽ ചെറിയൊരു 150 സ്ക്വയർ ഫീറ്റ് തുടങ്ങിയാണ്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കിപ്പം കേരളത്തിലും തമിഴ്നാട്ടിലായിട്ട് 6 സ്ഥാപനങ്ങളുണ്ട്. പുതിയ സ്ഥാപനം ഇനി തമിഴ്നാട്ടിൽ അടുത്ത് വരുന്നു. എല്ലായിടത്തൂടെ ആയിട്ട് 120 മേളിൽ സ്റ്റാഫുകളുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റാഫുകളോട് ഇത്രയ്ക്ക് അവരെ അല്ലേ സഹായിക്കുകയോ ചെയ്യുന്നത്. അതെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബിസിനസ്സിനകത്ത് ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ജോലി ചെയ്യുന്നു, ലോൺ അടയ്ക്കുന്നു. ഒരു 80% ആൾക്കാരും ജോലി കിട്ടിക്കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് അവരുടെ ശമ്പളം തീരും. കാരണം ലോൺ അടയ്ക്കണം, കറണ്ട് ബില്ല്, ഇത് അങ്ങനെ പ്രാരാബ്ദങ്ങളാണ് മനുഷ്യർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ സ്റ്റാഫുകൾക്ക് ഇച്ചിരി നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാകണം. കാരണം നോർമലി നോക്കിയാൽ അറിയാം, നമ്മുടെ സ്റ്റാഫുകളോട് ചോദിച്ചാൽ അറിയാം, ഒരു നോർമൽ ടെക്സ്റ്റൈലിൽ കൊടുക്കുന്ന സാലറി അല്ല നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ നല്ല ഹയർ സാലറി വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം വിദേശത്ത് ജോലി കിട്ടിയിട്ടും പോകാതെ നമ്മളോട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ മെയിൻ സ്റ്റാഫുകൾക്ക് ഞാൻ എപ്പോഴും പറയും, സ്വന്തം കട പോലെ നോക്കി നിന്നാൽ അവർക്കെല്ലാം ഞാൻ എല്ലാ മാസവും പ്രോഫിറ്റ് ചെയ്യുന്ന ഒരിതും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവർക്ക് ചില ആളുകളുണ്ട്, അവർക്ക് ജോലി ചെയ്യത്തേ ഉള്ളൂ. ചില ആളുകളെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് നമ്മൾ എല്ലാ മാസവും ഇൻസെൻറ്റീവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നതിൻ്റെ ആ അനുഭവം നന്നായിട്ടറിയാം നിതിൻ ബാബുവിന്. നമ്മുടെ സഞ്ജു സാംസണും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടു. ഈ 2020 വേൾഡ് കപ്പിൻ്റെ അവസാന നിമിഷമാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. സഞ്ജുവിന് വേണ്ടി മലയാളികൾ മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള ക്രിക്കറ്റ് പ്രേമികളൊക്കെ തന്നെ കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളാണ് നിതിൻ ബാബു. സഞ്ജുവിന് വേണ്ടി അദ്ദേഹം സ്വന്തം സ്റ്റാഫുകൾക്കൊക്കെ സമ്മാനത്തിൻ്റെ പെരുമഴ തീർത്തിരിക്കുകയാണ്, ആഹ്ലാദം പങ്കുവച്ചിരിക്കുകയാണ്. ഏതായാലും സഞ്ജുവിനെ ഒന്ന് കാണണം എന്നാഗ്രഹമുണ്ട്. ഈ വാർത്ത കാണുവാണെങ്കിൽ സഞ്ജു ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തെ വിളിക്കാതിരിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും ഈ നിതിൻ ബാബുവിനും അദ്ദേഹത്തിൻ്റെ കടയിലെ സ്റ്റാഫുകൾക്കും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.